സർ, അമേരിക്കൻ സന്ദർശനത്തിന് വന്ന ഒരു രാഷ്ട്ര തലവനെ വൈറ്റ് ഹൗസ് വിടാൻ ആവശ്യപ്പെടുന്നത് തികച്ചും അസാധാരണമായ ഒരു സംഭവമാണ്. കഴിഞ്ഞ ദിവസം ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് നേരിടേണ്ടി വന്നതും ഇതേ അസാധാരണമായ അനുഭവമാണ്. ഈ നടപടിയിലേക്ക് ട്രംപിനെ നയിച്ച ഘടകം എന്തായിരിക്കും? സെലൻസ്കിയോട് മര്യാദയില്ലാതെ പെരുമാറി എന്നുള്ളത് ഒരു വശം മാത്രമാണ്. യഥാർത്ഥത്തിൽ ലോകക്രമത്തിൽ തന്നെ ഒരു വ്യത്യാസം വരുത്തുന്ന സൂചനകളാണ് ട്രംപ് ഈ യോഗത്തിലൂടെ നടത്തിയത്. സെലൻസ്കിയോട് സീസ് ഫയർ അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്, അദ്ദേഹവും വൈസ് പ്രസിഡൻറ്റും. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ചർച്ചകൾ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു പരസ്യമായിട്ടുള്ള ഒരു സംഭാഷണം അദ്ദേഹത്തിന് പ്രഷർ ചെലുത്താൻ വേണ്ടിയായിരുന്നു. സെലൻസ്കിയെ സീസ് ഫയറിന് സമ്മതിക്കുക. പക്ഷേ ആ സീസ് ഫയറിൻ്റെ കണ്ടീഷൻ എന്താണെന്നോ അതിനുശേഷമുള്ള ഫൈനൽ സെറ്റിൽമെൻ്റ് ആണെന്നോ ഒന്നും ഒരു സൂചനയും ഈ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ അമേരിക്കയുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ സെലൻസ്കിയെ ഒരു ഒരു വാശിക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഈ സംഭാഷണം നടത്തിയതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു പ്രസിഡൻറ്റും മറ്റൊരു പ്രസിഡൻറ്റിനെ ക്ഷണിച്ചിട്ട് യാതൊരു ഡീറ്റെയിൽസും കൊടുക്കാതെ അഗ്രി ടു സംതിങ് എന്ന് പറയുകയും അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വൈറ്റ് ഹൗസിൽ നിന്ന് പോയിക്കോളൂ, ഇന്ന് നിങ്ങൾ തയ്യാറാകുമ്പോൾ തിരിച്ചു വന്നാൽ മതി എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് സമാധാനത്തിൽ താല്പര്യമില്ല, സമാധാനത്തിൽ താല്പര്യമുള്ളപ്പോൾ തിരിച്ചു വരിക എന്ന് പറഞ്ഞതൊക്കെ വളരെ അസാധാരണമാണ്. പക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അമേരിക്ക പബ്ലിക്കായിട്ട് റഷ്യയുടെ കൂടെ ചേർന്നുകൊണ്ട് സെലൻസ്കിയെ മാത്രമല്ല യൂറോപ്യൻ യൂണിയനെയും നേറ്റോയും എല്ലാം എതിർത്തത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇതിലുണ്ടായിരിക്കുന്നത്. അതൊരു അസാധാരണ സംഭവമാണോ, ശരിയാണ്. പക്ഷെ അതിലും പ്രാധാന്യമുള്ളത് റഷ്യയോടുള്ള അമേരിക്കയുടെ ബന്ധം 30 വർഷത്തിന് ശേഷം മാറിയിരിക്കുകയാണ് ഒറ്റ സംഭാഷണത്തിൽ. അതാണ് ഈ ചർച്ചകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും അധികാരത്തിലെത്തി കുറച്ച് നാളുകൾ കൊണ്ട് ലോക രാഷ്ട്രീയത്തെ തന്നെ അടിമുടി മാറ്റുന്ന സമീപനമാണ് ട്രംപ് കൈക്കൊണ്ടത്. സോവിയറ്റ് യൂണിയനെ തകർക്കാൻ നിർണായക പങ്കുവഹിച്ച അമേരിക്ക ഇന്ന് റഷ്യക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നു. ട്രംപിന്റെ പുതിയ സമീപനങ്ങളെ എങ്ങനെ നോക്കിക്കാണും? അതെ, ഞാൻ പറഞ്ഞതുപോലെ അത് ചരിത്രപരമായ ഒരു മാറ്റമാണ്. പക്ഷേ ഒരു ടാക്റ്റിക്കൽ മാറ്റമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് ലോകചരിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യൂറോപ്യൻ യൂണിയനിലെ UK-യും ഫ്രാൻസും ചേർന്നുകൊണ്ട് ഇതാദ്യം മുതൽ ചർച്ച ചെയ്യാനും ഒരു പുതിയ സീസ് ഫയർ പരിപാടി ഉണ്ടാക്കി പ്രസിഡന്റ് ട്രംപിന് സമർപ്പിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അന്ന് സെലൻസ്കിയോട് പറഞ്ഞതിൽ നിന്ന് ട്രംപ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധം തകർക്കരുതെന്നും അവരുടെ നേതൃത്വമാണ് അമേരിക്കയുള്ളതെന്നും യൂറോപ്യൻ യൂണിയൻ സൃഷ്ടിച്ചത് തന്നെ അമേരിക്കയാണെന്നുമുള്ള കാര്യങ്ങളൊന്നും ഓർക്കാതെയാണ് അദ്ദേഹം പല കാര്യങ്ങളും സെലൻസ്കിയോടുള്ള മീറ്റിങ്ങിൽ പറഞ്ഞത്. പക്ഷേ അതിന് മുമ്പും ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററും ഫ്രഞ്ച് പ്രസിഡൻറ്റും അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇതുപോലെ ഒരു നിലപാട് എടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷവും യൂറോപ്യൻ യൂണിയൻ ഇക്കാര്യം വിട്ടിട്ടില്ല. കാരണം അമേരിക്കയുടെ നേതൃത്വം അവർക്ക് ആവശ്യമാണ്, അവർക്ക് പ്രധാനമാണ്. അപ്പോൾ സെലൻസ്കിയെയും യുക്രൈനെയും കൈവിടാതെ തന്നെ ഒരു സമാധാന ശ്രമത്തിനാണ് അവർ ശ്രമിക്കുന്നത്. അത് ഡൊണാൾഡ് ട്രംപ് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ദിവസത്തെ യോഗം കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ സ്ഥിതി കുറച്ച് മെച്ചമാണ്. അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം റഷ്യയുടെ കൂടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെയും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് കൂടുതലായിരിക്കും അദ്ദേഹത്തിന് യൂറോപ്യൻ യൂണിയനോട് ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു പെർമനൻറ്റ് റിലേഷൻഷിപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ടാക്ടിക്കൽ ആയിട്ട് അദ്ദേഹം റഷ്യയെക്കുറിച്ച് സമാധാനിപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം യൂറോപ്യൻ യൂണിയനുമായിട്ട് അമേരിക്കയുടെ ബന്ധം വളരെ ശക്തമാണ്. അത് സോവിയറ്റ് യൂണിയനെ തകർക്കാൻ എത്ര വർഷം കൊണ്ടാണ്, എത്ര ബില്യൺസ് ഡോളേഴ്സ് ഉപയോഗിച്ചാണ് അമേരിക്ക സോവിയറ്റ് യൂണിയനെ തകർത്തതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സ്ഥിതിവിശേഷത്തിൽ പെട്ടെന്ന് റഷ്യയോടൊരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കുകയും യൂറോപ്യൻ യൂണിയനെ പുറത്താക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ പറ്റിയും കഴിയില്ല.
അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ലിമിറ്റഡ് എക്സസൈസാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി റഷ്യയുടെ കോൺഫിഡൻസ് നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറിയെന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുക. സാർ, എന്നാൽ തന്നെ ഇപ്പോ യുക്രൈന് വേണ്ടി യൂറോപ്പും റഷ്യക്ക് വേണ്ടി അമേരിക്ക നിലകൊള്ളുന്ന ഒരു സാഹചര്യം ലോകത്തുണ്ട്. ഈ കാര്യങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നൊരു ആശങ്ക രൂപപ്പെടാറുണ്ട്. ഇല്ല, അത് പ്രസിഡന്റ് ട്രംപ് തന്നെ പറഞ്ഞാണല്ലോ, യു ആർ ഗാംബ്ലിംഗ് വിത്ത് ദ തേർഡ് വേൾഡ് വാർ എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ മാറിക്കഴിഞ്ഞു. ഈ 24 മണിക്കൂർ കൊണ്ട് അതൊന്നുമില്ല. തീർച്ചയായിട്ടും ഒരു സീസ് ഫയർ സൃഷ്ടിക്കുക, അത് കഴിഞ്ഞിട്ട് റഷ്യയുമായിട്ടുള്ള യുക്രൈൻ്റെ റഷ്യയായിട്ടുള്ള കൺഫ്രൺട്ടേഷൻ അവസാനിപ്പിക്കുക, ഒരു പുതിയ രീതി, ഇപ്പോൾ മിനറൽസ് ആൻഡ് മെറ്റൽസ് ഒന്നിച്ച് എക്സ്കവേഷൻ ചെയ്യാമെന്നും അത് മാനേജ് ചെയ്യാമെന്ന് എഗ്രിമെൻ്റ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അമേരിക്ക ചിലവാക്കിയ പണമൊക്കെ തിരിച്ചു കിട്ടാനുള്ള ഒരു വഴി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ആ കരാറിൽ സെലൻസ്കി ഒപ്പിട്ട് കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് യുക്രൈനിൽ കൂടുതൽ താല്പര്യം വരും. അപ്പോൾ ഇത് പറയുന്നത് അമേരിക്കക്കാരവിടെ ഇത്രയും പോയി വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ്റെ പോലും ആവശ്യമില്ല. കാരണം റഷ്യ ഒരിക്കലും അമേരിക്കയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ അമേരിക്കൻ വർക്കേഴ്സിനെതിരായിട്ട് തിരിയുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണുന്നത് യൂറോപ്യൻ യൂണിയൻ ഒരു പരിപാടി ട്രംപിന് മുമ്പിലേക്ക് വയ്ക്കും. അത് അദ്ദേഹം അംഗീകരിക്കും. അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് സെലൻസ്കി അക്സെപ്റ്റ് ചെയ്യും. അദ്ദേഹം ഈ മിനറൽസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. അപ്പോൾ അമേരിക്കയുടെ പണം തിരിച്ചു കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞൊരു നോർമലായിട്ട് ഒരു സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ് സം കൈൻഡ്, ഇപ്പോൾ അമേരിക്ക സോൾജേഴ്സിനെ അയച്ചില്ലെങ്കിലും മേ ബി എ UN ഫോഴ്സ്, മേ ബി സം അതർ ഫോഴ്സ്, റഷ്യക്കും കൂടി അംഗീകരിക്കാവുന്ന ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അവിടെ ഡിപ്ലോയ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ക്രൈസിസ് അവസാനിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. സാർ, യുക്രൈനിലെ ധാതു സമ്പത്ത് കൈക്കലാക്കുവാൻ വേണ്ടിയുള്ള കരാറിലേക്ക് അമേരിക്കയുടെ നയങ്ങൾ പ്രകാരം സെലൻസ്കിയെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യമാണ് വാസ്തവത്തിൽ ട്രംപ് നടപ്പിലാക്കുന്നത്. അതെ, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശം. കാരണം അവർ ചെലവാക്കിയ പണം തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്ന് തന്നെയല്ല, അസാധാരണ വസ്തുക്കൾ, സാധാരണ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടാത്ത വസ്തുക്കളാണ് യുക്രൈനിലുള്ളതെന്നാണ് വിശ്വസിക്കുന്നത്. അത് എത്രമാത്രം ഉണ്ടെന്നുള്ളതിനൊരു കണക്കൊന്നുമില്ല. ഒരുപക്ഷെ നോക്കിയാൽ ഇപ്പോൾ ഈ 20% യുക്രൈനിൻ്റെ സ്ഥലം റഷ്യ പിടിച്ച സ്ഥലങ്ങളിലാണ് കൂടുതലും ഈ ധാതുക്കളൊക്കെ ഉള്ളതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് എന്തുമാത്രം ഇത് റിക്കവർ ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയും എന്ന് നമുക്കറിയില്ല. പക്ഷേ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പം അത് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് സെലൻസ്കി വന്നിരുന്നത്. പക്ഷേ അത് സൈൻ ചെയ്തില്ല. അതിനെപ്പറ്റി ഒരു ചോദ്യം ഉണ്ടായില്ല. അതിന് പകരം സീസ് ഫയറിലേക്കാണ് പോയത്. അപ്പോൾ ഇത് ആദ്യം ഒരു സീസ് ഫയർ, പിന്നെ ഒരു മിനറൽസ് എഗ്രിമെൻറ്റ്, പിന്നെ ഒരു ലോങ് ടേം സൊല്യൂഷൻ, കുറച്ച് ഭാഗങ്ങൾ റഷ്യക്ക് കൊടുക്കുക, അതിന് ഗ്യാരണ്ടി ആയിട്ട് അമേരിക്ക നിൽക്കുക എന്നൊക്കെയുള്ള ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്കാണ് മാറാൻ പോകുന്നത്. പക്ഷേ നമ്മൾ കണ്ട വൈറ്റ് ഹൗസ് ഡ്രാമ വളരെ അതിശയിപ്പിക്കുന്നതായിരുന്നു, ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സാറേ, യൂറോപ്യൻ നേതാക്കൾ ചേർന്ന് യുക്രൈൻ സമാധാന പദ്ധതി തയ്യാറാക്കി അമേരിക്കയ്ക്ക് മുന്നിൽ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ ട്രംപ് പുടിൻ സൗഹൃദം എക്കാലത്തെയും ശക്തമായ നിലയിൽ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പദ്ധതിയുടെ വിജയ സാധ്യത എത്രത്തോളമാണ്? ഇല്ല, വിജയസാധ്യതയുള്ള പദ്ധതി മാത്രമേ യൂറോപ്യൻസ് മുമ്പോട്ട് വയ്ക്കുകയുള്ളൂ. അവരുടെ താല്പര്യം പ്രസിഡന്റ് ട്രംപിനെ അവരുടെ ഗ്രൂപ്പിൽ തന്നെ നിർത്തുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം. യൂറോപ്യൻ യൂണിയന് വേണ്ടി പണം ചിലവാക്കാൻ തയ്യാറില്ല എന്നതൊക്കെ പറയുന്നെങ്കിൽ പോലും ഒരു പേട്രണേജ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അത് വളരെ പ്രധാനമാണ് യൂറോപ്യൻ യൂണിയൻ. അതുകൊണ്ട് അവരും അതിൽ നിന്ന് മാറിയില്ല. അപ്പോൾ അവർ കൊടുക്കാൻ പോകുന്ന പദ്ധതി ഇദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുമെന്നാണ് തോന്നുന്നത്. അതിനനുസരിച്ചുള്ള പദ്ധതി ആയിരിക്കും അയാൾ തയ്യാറാക്കുക. നമ്മൾ കാണുന്നത് മാത്രമല്ല, പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. അതിങ്ങനെ ആയിരിക്കും. ഈ സീസ് ഫയർ ഉണ്ടാകും, എഗ്രിമെൻ്റ് സൈൻ ചെയ്യും. അപ്പോൾ അമേരിക്കൻ വർക്കേഴ്സ് യുക്രൈനിലേക്ക് വലിയ നമ്പേഴ്സായിട്ട് പോകും. അപ്പോൾ അത് റഷ്യ തന്നെ പിന്നീട് യുക്രൈനെ ആക്രമിക്കാതിരിക്കാനുള്ള ഒരു കാരണമായി മാറും. അങ്ങനെ ഒരു അന്തരീക്ഷം മെച്ചപ്പെടുകയും സമാധാനം സ്ഥാപിക്കപ്പെടുകയും കഴിയും എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്.
സാർ, ലോക രാഷ്ട്രീയത്തിൽ തന്നെ ട്രംപ് ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടികൾ ഇന്ത്യയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? ഇന്ത്യക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഇല്ല, കാരണം നമ്മുടെ ചർച്ചകൾ നേരത്തെ നടന്നതുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി വ്യക്തമായിട്ട് ഈ ഇൻ്റർനാഷണൽ അഫയേഴ്സിനെ മാറ്റിവെച്ചിട്ട്, അല്ലെങ്കിൽ ട്രംപിസം എന്നറിയപ്പെടുന്ന തിയറികളെയൊക്കെ മാറ്റിവെച്ചിട്ട് അതിനെതിരായിട്ടും ഒരു കാര്യവും പറയാതെ അത് ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് മാത്രമാക്കി തീർത്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വിജയമായിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള ബയലാറ്ററൽ റിലേഷൻഷിപ്പിനെ ശക്തിപ്പെടുത്തുക. ബൈഡൻ തന്നെ തീരുമാനിച്ച പുതിയ ടെക്നോളജി ജെറ്റ് എൻജിൻസ് ഒക്കെ ഇന്ത്യക്ക് തരാനുള്ള സാഹചര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഡിഫൻസിലായാലും ട്രേഡിലായാലും റിപ്പാട്രിയേഷൻ, ഡിപ്പോർട്ടേഷൻ ഓഫ് ഇല്ലീഗൽ ഇന്ത്യൻസ് ആയാലും ഇതിലെല്ലാം ഇന്ത്യയും അമേരിക്ക തമ്മിലുള്ള പുതിയ ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് ഇതിൻ്റെ കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല. നമുക്കൊരു ആനുകൂല്യം കൂടെ വന്നിട്ടുള്ളത് യൂറോപ്യൻ യൂണിയനിലുള്ള ഇപ്പോഴത്തെ ആകാംക്ഷ, അമേരിക്ക എവിടെ നിൽക്കുമെന്നുള്ളത് ആകാംക്ഷ കൊണ്ട് ഈയിടെ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലുണ്ടായിരുന്ന യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഇന്ത്യയോടുള്ള ബന്ധത്തിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന കൂടിയുണ്ട്. അപ്പോൾ നമുക്കെതിരായിട്ടൊന്നും സംഭവിക്കില്ല എന്നുള്ളത് തന്നെയല്ല, യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമായിട്ടുള്ള സഹകരണത്തിലും വർധനയുണ്ടാകുമെന്നുള്ള ഒരു ഹാപ്പി സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ.